രാഹുൽ ഗാന്ധിയുടെ ഒരു കത്താണ് ഇപ്പോൾ സംസാര വിഷയം. ജാർഖണ്ഡിലെ വിദ്യാർത്ഥി പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ഹേമന്ത് സോറനാണ് രാഹുൽ ഗാന്ധി കത്തയച്ചിരിക്കുന്നത്. കോൺഗ്രസ് പല സംസ്ഥാനങ്ങളിലും പല പാർട്ടികളുമായി സഖ്യമുണ്ടാക്കി ഭരണത്തിലുണ്ട്. അതത് സംസ്ഥാനങ്ങളുടെ ഭരണ നിർവഹണത്തിൽ ഇടപെടുന്ന പതിവ് രാഹുൽ ഗാന്ധിക്കില്ല. എന്നാൽ അവിടെ നിന്നും വ്യത്യസ്തനാകുന്നുണ്ട് രാഹുൽ ഗാന്ധി ജാർഖണ്ഡിന്റെ കാര്യത്തിൽ. കാരണം അവിടെ നീതി തേടി തെരുവിലിറങ്ങിയിരിക്കുന്നത് വിദ്യാർത്ഥി സമൂഹമാണ്. അത് കണ്ടില്ലെന്ന് നടിക്കുവാൻ രാഹുൽ ഗാന്ധിക്ക് സാധിക്കില്ല. അതുകൊണ്ടാണ് ജാർഖണ്ഡ് സർക്കാരിന് രാഹുൽ ഗാന്ധി നേരിട്ട് കത്ത് നൽകിയിരിക്കുന്നത്. ഡൽഹി ജന്തർ മന്ദറിൽ നടന്ന സമരത്തിൽ മുന്നിട്ടിറങ്ങിയ രാഹുൽ ഗാന്ധി അറസ്റ്റ് വരിച്ചതിന് രാജ്യം സാക്ഷ്യം വഹിച്ചിരുന്നു. പിന്നാലെ കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് രാജിവെക്കേണ്ടി വന്നു. ഇതിന് പിന്നാലെയാണ് ജാർഖണ്ഡിലെ വിദ്യാർത്ഥി പ്രക്ഷോഭം BJP ആയുധമാക്കിയത്. ജാർഖണ്ഡിലെ JMM നേതൃത്വത്തിലുള്ള ഭരണസഖ്യത്തിലെ ഒരു കക്ഷിയാണ് കോൺഗ്രസ്. ഹേമന്ത് സോറനാണ് സംസ്ഥാനത്തെ സർക്കാരിന്റെ ജാർഖണ്ഡിലെ JMM നേതൃത്വത്തിലുള്ള ഭരണസഖ്യത്തിലെ ഒരു കക്ഷിയാണ് കോൺഗ്രസ്. ഹേമന്ത് സോറനാണ് സംസ്ഥാനത്തെ സഖ്യ സർക്കാരിന്റെ മുഖ്യമന്ത്രി. അപ്പോൾ പിന്നെ രാഹുൽ ഗാന്ധി വിഷയത്തിൽ ഇടപെടില്ല എന്ന വിശ്വാസത്തിലാണ് BJP വെല്ലുവിളിച്ചത്. എന്നാൽ ആ ധാരണ തെറ്റാണെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഒറ്റക്കത്തിലൂടെ രാഹുൽ ഗാന്ധി. സംസ്ഥാനത്തെ റിക്രൂട്ട്മെന്റ് പരീക്ഷകളിലെ ക്രമക്കേടുകൾക്കെതിരെ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളെ നേരിട്ട് കാണണമെന്ന് കത്തിലൂടെ രാഹുൽ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഓഗസ്റ്റ് 14 എഴുതിയ കത്ത് പക്ഷേ തിങ്കളാഴ്ചയാണ് പുറത്തുവിട്ടത്. സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച രാഹുൽ ഗാന്ധി അവരുടെ സമരം സമാധാനപരമാണെന്നും ആവശ്യങ്ങൾ ന്യായമാണെന്നും ചൂണ്ടിക്കാട്ടിയിരിക്കുകയാണ്. ജാർഖണ്ഡ് സർക്കാരുമായുള്ള ചർച്ചകൾക്ക് രാഹുൽ ഗാന്ധി സംസ്ഥാനം സന്ദർശിക്കുമെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന സമാധാനപരമായ പ്രതിഷേധത്തിനുള്ള അവകാശം നമ്മുടെ ജനാധിപത്യത്തിന്റെ പ്രധാനപ്പെട്ട അടിത്തറകളിൽ ഒന്നാണെന്ന് കോൺഗ്രസ് പാർട്ടി വിശ്വസിക്കുന്നതായി രാഹുൽ ഗാന്ധി പറഞ്ഞു. കഴിഞ്ഞ കുറെ മാസങ്ങളായി ചോദ്യചോർച്ചയ്ക്കും വിദ്യാഭ്യാസ സമ്പ്രദായത്തിലെ ക്രമക്കേടുകൾക്കെതിരെ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് അതുകൊണ്ട് തന്നെ പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്തതായും രാഹുൽ ഗാന്ധി കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കഴിഞ്ഞ ഒരു ദശകത്തിനു മുമ്പുണ്ടായിരുന്ന ശക്തമായ വിദ്യാഭ്യാസ സമ്പ്രദായ രീതികളിൽ നിന്ന് മാറി RSSന്റെയും BJPയുടെയും നിയന്ത്രണത്തിൽ വിദ്യാർത്ഥികളെ ചൂഷണം ചെയ്യുന്നതിനുള്ള ഒരു ഉപകരണമായി ഇന്ത്യൻ വിദ്യാഭ്യാസ സമ്പ്രദായം മാറിയിരിക്കുന്നുവെന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കുന്നുണ്ട്. ജാർഖണ്ഡിലെ വിദ്യാർത്ഥികളും സംസ്ഥാന റിക്രൂട്ട്മെന്റ് പരീക്ഷകളിലെ ക്രമക്കേടുകൾക്കെതിരെ പ്രതിഷേധിക്കുകയാണ്. അവരുടെ സമരം സമാധാനപരമാണ്. അവരുടെ ആവശ്യങ്ങൾ ന്യായവുമാണ്. ഒരു കമ്മിറ്റിയിലൂടെ ജാർഖണ്ഡ് സർക്കാർ അവരുമായി ചർച്ച ആരംഭിച്ചതിനെ അഭിനന്ദിക്കുന്നു. വിദ്യാർത്ഥികൾ ഉന്നയിച്ച പല ആവശ്യങ്ങളിലും ധാരണയിൽ എത്തിയിട്ടുണ്ടെന്നും വിശ്വസിക്കുന്നതായി പറഞ്ഞ രാഹുൽ ഗാന്ധി പ്രതിഷേധങ്ങൾ തുടരുകയും ചില വിദ്യാർത്ഥികൾ അനിശ്ചിതകാല നിരാഹാര സമരം തുടരുകയും ചെയ്യുന്നത് ആശങ്കയുണ്ടാക്കുന്നതായും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. വിദ്യാർത്ഥികൾക്കുള്ള പിന്തുണ കൂടി കത്തിൽ രാഹുൽ ഗാന്ധി അടിവരയിട്ട് പറയുന്നുണ്ട്. ഇന്ത്യയുടെ ഭാവിയാണ് അവിടുത്തെ യുവജനങ്ങൾ. പ്രതിസന്ധിയുടെ ഈ ഘട്ടത്തിൽ അവർക്ക് ഐക്യദാർഢ്യവും പിന്തുണയും നൽകേണ്ടത് ഓരോ വ്യക്തിയുടെയും കടമയാണ്. അവരുടെ വാക്കുകൾ കേൾക്കാനും ഈ പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാനും സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്ന് കൂടി കത്തിൽ രാഹുൽ ഗാന്ധി ആവശ്യപ്പെടുന്നുണ്ട്. സംസ്ഥാനത്തെ റിക്രൂട്ട്മെന്റ് പരീക്ഷകളിലെ ക്രമക്കേടുകൾക്കും ചോദ്യചോർച്ചയ്ക്കുമെതിരെ ജാർഖണ്ഡിൽ വിദ്യാർത്ഥികൾ നടത്തിവരുന്ന പ്രക്ഷോഭം ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധേയമായിരിക്കുകയാണ്. സമാധാനപരമായ രീതിയിൽ തുടരുന്ന സമരത്തിന് പിന്തുണയുമായി രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് തന്നെ രംഗത്തിറങ്ങിയത് രാഷ്ട്രീയമായി വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. കഴിഞ്ഞ കുറെ മാസങ്ങളായി ജാർഖണ്ഡിലെ വിവിധ റിക്രൂട്ട്മെന്റ് പരീക്ഷകളിലും വിദ്യാഭ്യാസ സംവിധാനങ്ങളിലും വ്യാപകമായ ക്രമക്കേടുകൾ നടക്കുന്നുവെന്നാരോപിച്ച് വിദ്യാർത്ഥികൾ തെരുവിൽ പ്രതിഷേധത്തിലാണ്. സർക്കാർ തലത്തിൽ നിരവധി ഉദ്യോഗ നിയമനങ്ങളിൽ കാലതാമസവും അഴിമതിയും ഉണ്ടാകുന്നുവെന്നാണ് സമരക്കാരുടെ പ്രധാന ആരോപണം. സർക്കാർ നിയോഗിച്ച സമിതികൾ ചില ചർച്ചകൾ നടത്തിയെങ്കിലും പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാത്തതിനാൽ പല വിദ്യാർത്ഥികളും അനിശ്ചിതകാല നിരാഹാര സമരം ഉൾപ്പെടെയുള്ള കടുത്ത പ്രതിഷേധങ്ങളിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. സഖ്യ സർക്കാരിന്റെ ഭാഗമായിരിക്കെ തന്നെ ഭരണപക്ഷത്തെ പ്രതിക്കൂട്ടിലാക്കുന്ന വിദ്യാർത്ഥി സമരത്തെ രാഹുൽ ഗാന്ധി തുറന്ന് പിന്തുണച്ചത് സത്യത്തിൽ BJPയെയാണ് വെട്ടിലാക്കിയിരിക്കുന്നത്. ജാർഖണ്ഡ് ഭരണകൂടം വിദ്യാർത്ഥികളുടെ ആശങ്കകൾ എത്രയും പെട്ടെന്ന് പരിഹരിക്കണമെന്ന സന്ദേശമാണ് രാഹുൽ ഗാന്ധി തന്റെ ഇടപെടലിലൂടെ നൽകിയിരിക്കുന്നത്.